അപ്പോൾ ഇതാണ് പുതിയ ട്രെൻഡിങ് സാധനം ഒപ്പോ ബബിൾ. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറെ രണ്ട് സാധനം കാണിച്ചു തരാം. ഇതാണ് ഒപ്പോ ഇന്നലെ ലോഞ്ച് ചെയ്ത അവരുടെ പുതിയ റെനോ സീരീസ് ഫോൺ റെനോ 16. 6 മാസത്തിന് മുന്നേ ജനുവരിയിൽ റെനോ 15 സീരീസ് ഇറങ്ങിയിരുന്നു. ഇപ്പോൾ റെനോ 16 സീരീസ് ഇറങ്ങി. 16 സീരീസിൽ റെനോ 16ഉം റെനോ 16C ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. ഈ റെനോ 16 പ്രോ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഉടനെ ലോഞ്ച് ആവും. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് വലിയ ഫോൺ എന്ന് പറയുന്നത് 16C ആണ്. 6.5 ഇഞ്ച് സ്ക്രീൻ. 16 വരുമ്പോഴത്തേക്ക് 6.3 ഇഞ്ച് സ്ക്രീൻ. ഡിസൈൻ എല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ്. കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോൺ വരുന്ന കളേഴ്സും സിമിലർ തന്നെയാണ്. ഒപ്പം റെനോ സീരീസ് ഫോണുകൾ നിങ്ങൾക്ക് അറിയാം, ഫോട്ടോഗ്രാഫി ഫോണാണ്, ക്യാമറയാണ് ഇതിന്റെ മെയിൻ സംഭവമായിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി ഇതിനകത്ത് ക്യാമറകളും ബെറ്റർ ആണ്. പക്ഷേ പഴയ ജനറേഷൻ 15 സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. റെനോ 16 നോക്കുമ്പോഴത്തേക്ക് 4 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഇവിടെ ബാക്കിലും 3 50 മെഗാ പിക്സലാണ്. സെൽഫി ക്യാമറ വരുന്നതും 50 മെഗാ പിക്സലാണ്. പഴയ 15 നോക്കുമ്പോഴത്തേക്ക് അൾട്രാ വൈഡ് 8 മെഗാ പിക്സൽ ആയിരുന്നു. ബാക്കി ചിപ്സെറ്റ് ആണെന്നുണ്ടെങ്കിലും ബാറ്ററി ബാക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ എല്ലാം സിമിലർ ആയിട്ടാണ് പഴയ 15 സീരീസുമായിട്ട് 15 കമ്പയർ ചെയ്യുമ്പോൾ 16 വരുന്നത്. 16C പോകുമ്പോഴത്തേക്ക് ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഒഴിച്ച് ബാക്കി ഈ റയറിലെ രണ്ട് ക്യാമറയും സെൽഫി ക്യാമറ 50 മെഗാ പിക്സലാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലാണ്. പഴയ 15C ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ 16Cക്കും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഈ രണ്ട് 16ഉം 16C ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റും ഇതിനകത്ത് ഡിമെൻസിറ്റി 7300 ചിപ്സെറ്റും ആണ് വരുന്നത്. 16Cയിൽ വലിയ ഫോണായതുകൊണ്ട് 7000 mAh ബാറ്ററി, ഇതിനകത്ത് 6700 mAh ബാറ്ററി, ബാക്കി രണ്ടിനകത്തും 80 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്ററും കേബിളും എല്ലാം രണ്ട് ഫോണിനകത്തും ബോക്സിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ 15 സീരീസ് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ 6 മാസത്തിന് ശേഷം പുതിയ കുപ്പിയിലാക്കി 16 സീരീസ് ആക്കി ഇറക്കിയപ്പോൾ ഏകദേശം 12,000 രൂപ മുതൽ 15,000 രൂപ വരെ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്പെക് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഓക്കെയാണ് നമുക്ക് പറയാം. പക്ഷേ പ്രൈസിംഗിന്റെ കാര്യത്തിൽ ഇത് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. സാധാരണ ഉള്ള പോലെ ഹെഡ്ഫോൺസും അങ്ങനെ കുറെ ആക്സസറീസ് ഒക്കെ ഇറക്കിയെങ്കിലും ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഒപ്പോ ബബിൾ. ഇതൊരു കുഞ്ഞ് റിമോട്ട് ഡിസ്പ്ലേ ആണ്. കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങനെ ഓരോ ആനിമേറ്റഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി വേറെയൊക്കെ ആക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ആനിമേഷൻസ് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. ഇതിങ്ങനെ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് സെറ്റ് ചെയ്യാം, ലോക്ക് ചെയ്യാൻ പറ്റും, സെറ്റിംഗ്സ് നോക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഈ 16 സീരീസും അല്ലെങ്കിൽ ഒപ്പയുടെ മറ്റു ഫോണുകളുടെ അകത്തും ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ താഴേന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ക്യാമറ ഓപ്പൺ ആയി വരും. ഇതേ കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോർട്ടബിളി ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ക്യാമറ ആക്സസ് ചെയ്യാം, സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഈ റെയർ ക്യാമറ യൂസ് ചെയ്തിട്ട് ഇതിൽ നോക്കിക്കൊണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതായത് റെയർ ക്യാമറ വെച്ച് തന്നെ നമുക്ക് സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് ഫോട്ടോ ക്യാപ്ചർ ആവും. പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വീഡിയോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതിന്റെ കൂടെ ആക്സസറി ആയിട്ട് ഇവർ ഇറക്കിയ സ്ഥിതിക്ക് ഇത് തനിയെ ഇതിനകത്ത് ഒട്ടുന്ന ഒരു മാഗ്നറ്റിക് സംഭവം കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പകരം എന്താ ഇങ്ങനെ സ്റ്റിക്കർ ഈ ബബിളിന്റെ കൂടെ വരുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ ഫോണിന്റെ ബാക്കിൽ ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ കേസിന്റെ ബാക്കിൽ അങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ആ മാഗ്നറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സെൽഫി ഫോട്ടോ ഒക്കെ ഈ റെയർ ക്യാമറയിൽ തന്നെ എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ആക്ച്വലി ഈ ഒപ്പോ ബബിളിന്റെ യൂസ്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ 15 സീരീസ് 16 സീരീസ് ആക്കി ഇറക്കിയിട്ട് ആൾക്കാർ ചുമ്മാ എക്സൈറ്റ് ചെയ്യാനായിട്ട് ഒരു ബബിളും കൂടെ ഇറക്കി എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യുക ഗൈസ്. ബൈ.